നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു സന്ദേശം നിങ്ങൾക്കായി തരികയാണ്. നമ്മളുടെ പൂജ എല്ലാ ദിവസവും രാവിലെ 4:30 മുതൽ 6 AM വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഈ പൂജയിൽ നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ആ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മ വർഷം അറിയാമെങ്കിൽ അത്, ജന്മ തീയതി അറിയാമെങ്കിൽ അതും, ജന്മസമയം അറിയാമെങ്കിൽ അതും കൂടി കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്ലൈ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ലൈക്കായിട്ടോ കമൻ്റായിട്ടോ റിപ്ലൈ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ 3 ദിവസം നിങ്ങൾ ഒന്ന് കാത്തിരിക്കേണ്ടതാണ്. ഒരുപാട് പേര് പ്രാർത്ഥനകൾക്കായിട്ട് നമ്മൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നവരെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാൻ ഉൾപ്പെടുത്തുന്നവർക്കെല്ലാം നമ്മൾ ലൈക്കായോ കമൻ്റായോ മറുപടി നൽകുന്നതാണ്. 3 ദിവസം കഴിഞ്ഞും അങ്ങനെയൊരു ലൈക്കോ കമന്റോ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരു കമന്റ് ആയിരിക്കാം നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി അയച്ചു തരിക. എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ചൊവ്വ എന്ന ഗ്രഹം മൂലം 45 ദിവസം 3 രാശിക്കാർക്ക്, അതായത് 9 നക്ഷത്രക്കാർക്ക് രാജയോഗം സംഭവിക്കാൻ പോവുകയാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് ചൊവ്വ മിഥുനത്തില് നേർഗതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. വേദജ്യോതിഷ പ്രകാരം ചൊവ്വ ഗ്രഹങ്ങളുടെ അധിപനായിട്ടാണ് അറിയപ്പെടുന്നത്. പലപ്പോഴും ചൊവ്വയെ മോശം ഫലം നൽകുന്ന ഒരു ഗ്രഹമായാണ് നമ്മളിൽ പലരും കണക്കാക്കി പോരുന്നത്. എന്നാൽ ചൊവ്വ ശക്തനായി നിൽക്കുന്ന ഘട്ടങ്ങളില് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയും എന്നുള്ളതാണ് സത്യം. ധൈര്യവും മനഃശക്തിയും എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്നത് ചൊവ്വയാണ്. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം 45 ദിവസമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. ചൊവ്വയുടെ രാശിമാറ്റം ഈ 12 രാശിക്കാരിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഒരു വ്യക്തിയുടെ ജാതകത്തില് ചൊവ്വ ശക്തനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഗുണഫലങ്ങൾ ധാരാളം ലഭിക്കുന്നു എന്നാണ്. മാത്രമല്ല ഇവർ വളരെയധികം ധൈര്യശാലിയുമൊക്കെ ആയിരിക്കും. ഇപ്പോൾ ചൊവ്വയുടെ സ്ഥാനം എന്ന് പറയുന്നത് കർക്കിടകം രാശിയിലാണ്. എന്നാൽ വക്രഗതിയില് ജനുവരി 21 ചൊവ്വ മാറുകയാണ്. അതിനുശേഷം ഫെബ്രുവരി 21 മിഥുനം രാശിയിലേക്കും ചൊവ്വ നേർഗതിയിലേക്ക് മാറുകയാണ്. ഇത് 3 രാശിക്കാരില് ഗുണഫലങ്ങൾ ധാരാളം പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ നക്ഷത്രക്കാർക്ക്, ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് രാജയോഗം തന്നെ 45 ദിവസം സംഭവിക്കുകയാണ്. ആ സമയത്ത് ഇവർ എന്ത് ചെയ്താലും നടക്കുന്നതാണ്. ധാരാളം സമ്പത്തും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്നതാണ്. ഇത് ആരൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ നക്ഷത്രക്കാര്, ഈ ഭാഗ്യം ആദ്യം ലഭിച്ചിരിക്കുന്നത് മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമടങ്ങിയ ചിങ്ങം രാശിക്കാർക്കാണ്. ചിങ്ങൻ രാശിക്കാർക്ക് അവരുടെ 11ാം ഭാവത്തിലേക്കാണ് ചൊവ്വ നേർഗതിയിൽ സംക്രമിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക ശേഷി ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വരുമാനത്തിന്റെ കാര്യത്തില് യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധിയും നിങ്ങൾക്ക് ഈ സമയത്ത് അനുഭവിക്കേണ്ടി വരില്ല. ഈ സമയത്ത് നിങ്ങൾ സമ്പത്തിനായി അടിത്തറ പാകുന്ന എന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങളെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ഫലമായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ബിസിനസ്സിലുള്ള പുരോഗതി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി മികച്ചു നിൽക്കുന്നതാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം നിലനിൽക്കുന്നതാണ്. പങ്കാളിയുടെ സ്നേഹവും കരുതലുമെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നു. സന്താനങ്ങളുടെ ആരോഗ്യങ്ങളൊക്കെ മികച്ചതായിരിക്കും. വിവാഹം താമസിച്ചവരുടെയൊക്കെ വിവാഹത്തിന് ഒരു തീരുമാനമാവുന്നതാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിലെല്ലാം അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഈ സമയത്ത് പുതിയ പുതിയ സാമ്പത്തിക ശീലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ചൊവ്വയുടെ അനുഗ്രഹം ഉണ്ടാവണം. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് മൂലം, പോരാടം,
ഉത്രാടം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ധനുരാശിക്കാർക്കാണ്. ധനുരാശിയുടെ 7ാം ഭാവത്തിലേക്കാണ് ചൊവ്വ നേർഗതിയിൽ സഞ്ചരിക്കുന്നത്. ഈ സമയത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. കൂടാതെ വിവാഹകാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുന്നുണ്ട്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതായിരിക്കും. സന്താന ഭാഗ്യമില്ലാത്തവരുടെയൊക്കെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ്. സമ്പത്തിനായിട്ട് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും അത് പൂർത്തിയാക്കാൻ കഴിയാതെ നിൽക്കുന്നവർക്കെല്ലാം അത് പൂർത്തിയാക്കി അതിൽ നിന്നൊരു സാമ്പത്തിക സ്രോതസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഈ സമയത്ത് വരുത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. നിങ്ങൾക്കുണ്ടാവുന്ന ബിസിനസ്സുകളെല്ലാം ലാഭത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങളുടെ കരിയറിൽ വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളൊക്കെ വരികയാണ്. വളരെ ഗുണഫലങ്ങളുള്ള മാറ്റങ്ങളാണ് അങ്ങനെ ഉണ്ടാവുന്നത്. നിങ്ങൾ കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നുണ്ട്. കൂടാതെ കൂട്ട് ബിസിനസ്, സംയുക്തമായിട്ടുള്ള സംരംഭങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗവും ഉത്തരുട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്കാണ്. മീനം രാശിയുടെ 4ാം ഭാവത്തിലാണ് ചൊവ്വ നേർഗതിയിൽ സഞ്ചരിക്കാൻ പോകുന്നത്. ഇത് ഈ രാശിക്കാരില് എല്ലാ മാറ്റങ്ങളും കൊണ്ടുവരികയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് ഈ സമയത്ത് ലഭിക്കാൻ പോകുന്നത്. വാഹനവും വസ്തുവകകളും എല്ലാം സ്വന്തമാക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെയധികം മികച്ചതായിരിക്കും. നിങ്ങൾക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രതിസന്ധികളൊക്കെ ഈ സമയത്ത് ഇല്ലാതാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ചൊവ്വ നേർഗതിയിൽ വരുന്നതോടെ ഇല്ലാതെയാവുന്നതാണ്. നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് കുതിക്കുന്ന ഒരു സമയമാണ്. മാനസികമായിട്ട് വളരെയധികം സന്തോഷം ഓരോ ഘട്ടത്തിലും നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഷെയർ മാർക്കറ്റിംഗ് അങ്ങനെയുള്ള ബിസിനസ്സുകൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റിയൊരു സമയമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരുകയാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലൊരു സമയം തന്നെയാണിത്. പല സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക. ഈശ്വരന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകളും വിശേഷങ്ങളും അറിയുവാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.